بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد رب يسر ولا تؤثر رب زدنا علما وحلما وفهما وأقلا وحفظا وأدبا كاملا. رب تمم بالخير والسعادة واغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المسلمين. تقبل جميع خدماتنا يا الله. ബഹുമാനികളെ, ഇനി നമ്മളെ നേരത്തെ നിസ്കാരത്തിലൊക്കെ നമ്മളെ ശരീരത്തിലോ വസ്ത്രത്തിലൊക്കെ നജസ്, ചെറിയ നജസ്സുകളായാൽ ചിലതൊക്കെ മാപ്പുണ്ട് എന്ന്, ചില മാപ്പുള്ള നജസ്സുകൾ നമ്മൾ പറഞ്ഞു. ഇനിയും ചിലത് പറയുകയാണ്. വാൻ ഖലീലി തീനി മഹല്ലി മുറൂറി, മഹല്ലി മുറൂറി. അവിടെ ഒന്നും തന്മയും കൊടുക്കില്ല ആദ്യത്തെ ഭാഗത്ത്, കാരണം ശേഷമുള്ളതൊക്കെ മുദാഫിനിലെയാണ്. ഖലീലിന്റെ മുദാഫിനെയാണ് തീനി, തീനിന്റെ മുദാഫിനെയാണ് മഹല്ലി, മഹല്ലിന്റെ മുദാഫിനെയാണ് മുറൂറിൻ. അവിടെ തന്മയുണ്ട്. എന്താ അർത്ഥം? ഖലീലി കുറഞ്ഞതിനെ തൊട്ട് മാപ്പുണ്ട്. തീനി ചളി, മഹല്ലി മുറൂറിൻ നടക്കുന്ന വഴിയിലുള്ള എങ്ങനെയുള്ള മുതയഖിനിൻ നജാസത്തുഹു, അവിടെ നജസുണ്ട് എന്ന് ഉറപ്പുണ്ട്. നജസുണ്ട് എന്ന് ഉറപ്പുള്ള നടക്കുന്ന സ്ഥലത്ത് ഉള്ള ചളി കുറഞ്ഞത് മാപ്പുണ്ട്. അപ്പൊ നമ്മളെ വഴിയിലൊക്കെ നജസുണ്ടെന്ന് ഉറപ്പായിരിക്കും. ഈ എന്തെങ്കിലുമൊക്കെ വസ്തുക്കള് കാഷ്ടിച്ചതൊക്കെ ഉണ്ടാവും. നജസ് ഉണ്ടെന്ന് ഉറപ്പുണ്ട്. ഇവിടെ തന്നെ അത് നമുക്ക് സംശയമുള്ളതല്ല, ഉറപ്പന്നെ ഉണ്ടെങ്കിൽ തന്നെ ആ ചളി ഇവളോടെ നടക്കുമ്പോ അല്പമൊക്കെ തെറിച്ചു തരും. അങ്ങനെ തെറിച്ചാല് ആ നജസുണ്ട് ഉറപ്പാണ് ആ ചളി. എന്നാൽ പോലും അവിടെ നടക്കാനിപ്പോ ആളുകൾക്കുള്ള വയ്യല്ലപ്പോ അത്. അവിടെ നജസ് ഉണ്ടെന്ന് ഉറപ്പാണെങ്കിലും മാപ്പുണ്ട്. കുറഞ്ഞതൊക്കെ ആണെങ്കിൽ മാപ്പുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ തുണിക്കറ്റൊന്ന് തെറിച്ചാൽ അപ്പൊ നിസ്കരിക്കാൻ പ്രയാസമാണെന്ന് വിചാരിച്ച് കണ്ടെത്താക്കണ്ട, നിസ്കാരം നടത്താതാക്കണ്ട. അത് മാപ്പാണ്. ചളി തെറിച്ചത് കുറഞ്ഞത് മാപ്പ് ചെയ്യപ്പെടും. മഹല്ലി മുറൂരി നടക്കുന്ന സ്ഥലത്ത്. മുത്തയത്തിന് നജാസത്തുഹു നജസുണ്ട് എന്ന് ഉറപ്പുള്ള വഴിയാണ്. വലൗബി മുഹല്ലലി, അത് നായപന്നി എന്ന ഗൗരവ നജസാണെങ്കിലും ശരി, അതിന്റെ കാട്ടിച്ചത് എന്തുകൊണ്ടാണ്? നാലോ ചളിയാണ് തെറിച്ചിട്ട്, നജസല്ല, നാലോ നജസോട് കൂടുള്ള ചളിയാണ് തെറിച്ചത്. ലിൽ മശഖത്തി, അത് പ്രയാസമായതിനു വേണ്ടിയാണ് മാപ്പുള്ളത്. മാലം തബ്ഖ ഐനുഹ, അതിന്റെ തടി അവിടെ ബാക്കി ആവാതിരിക്കുമ്പോൾ, അതിന്റെ തടി മാലം തബ്ഖ ഐനുഹ, ആ നജസിന്റെ തടി ബാക്കി ഇല്ലെങ്കിൽ, മുതമയ്യിസത്തൻ വേർതിരിഞ്ഞതാ നിലക്ക് ചളി തെറിച്ചാലാണ് മാപ്പ്. ആയി കലർന്ന നജസിന്റെ അയിന് തടി അവിടെ കാണുന്നുണ്ട്, ചളി മാത്രല്ല നജസിന്റെ തടി തന്നെ അവിടെ കാണുന്നുണ്ട്, അതാണ് തെറിച്ചിട്ടുണ്ടത്. അങ്ങനെയാണെങ്കിൽ മാപ്പില്ല. അപ്പൊ മാലം തബുക്ക അയിനു, അതിന്റെ തടി ബാക്കി ഇല്ലെങ്കിലാണ് മാപ്പ്. മുതമയ്യിസം വേർതിരിഞ്ഞതായ നിലക്ക്. ഇനി പറയുന്നത് കുറഞ്ഞത് മാപ്പുണ്ട്. മാപ്പ് ചെയ്യപ്പെടുന്നത് വ്യത്യാസമുണ്ട്. ബിൽ വഖത്തി, സമയം കൊണ്ട്. അതായത് മഴക്കാലൊക്കെ ആകുമ്പോൾ കൂടുതൽ മാപ്പ് കിട്ടും. മഴക്കാലം അല്ലാത്തപ്പോ അത്ര മാപ്പ് കൊടുക്കാൻ പറ്റൂലല്ല. അപ്പൊ സമയം കൊണ്ട് വ്യത്യാസം ഉണ്ടാവും. യഖ്തലിഫു ദാലിക, അത് വ്യത്യാസം ഉണ്ടാവും ഈ മാപ്പ് ബിൽ വഖത്തി, സമയം കൊണ്ടും വമഹല്ലിഹി, സ്ഥലം കൊണ്ടും. പിന്നെ വസ്ത്രത്തിനാലും വലുമതിന് ശരീരത്തിനാലും. വസ്ത്രത്തിന്റെ അടിഭാഗം ചിലപ്പോ ഒന്നുകൂടി മാപ്പുണ്ടാവും. മുകൾ ഭാഗത്തൊക്കെ എത്തിക്കണമെങ്കിൽ അത്ര മാപ്പുണ്ടാവില്ല. ശരീരത്തിലും അങ്ങനെ തന്നെ. അപ്പൊ അതൊക്കെ വ്യത്യാസം ഉണ്ടാവും മാപ്പിന്റെ വിഷയത്തിൽ. ഇനി പറയുന്നത് നജസിന്റെ തടി അവിടെ കാണുന്നുണ്ടെങ്കിൽ, അതാണ് നിജമായാൽ അതിനും നജാസത്തി, നജസിന്റെ തടി ഇങ്ങനെ കാണുന്നുണ്ട് തരീക്ക് വഴിയിൽ. വലു മുവാത്തിയ കൽബിൻ, അത് നായ നടന്ന സ്ഥലമാണെങ്കിലും ശരി, മവാത്തിയ കൽബിൻ
നായ നടന്ന ചവിട്ടിയ സ്ഥലമാണെങ്കിലും ശരി, അവിടെ നജസിന്റെ തടിയുണ്ട് എന്ന് എന്താണ് തടി കൃത്യമായി കാണുന്നുണ്ടെങ്കിൽ അപ്പം മാപ്പില്ല. വഴിയെ മുഴുവനും വ്യാപകമാക്കിക്കണമെങ്കിൽ ശരി. അപ്പൊ നേരത്തെ തടി കാണാത്തപ്പോഴാണെന്ന് പറഞ്ഞില്ല, തടി തയ്യനാകാത്തപ്പോഴാണ്, നിജമാകാത്തപ്പോഴാണ് അതിന്റെ ചളി തെറിച്ചാല് മാപ്പുണ്ടാണ്. നജസിന്റെ തടി തന്നെയാണ് തെറിച്ചത് എന്ന് ആണ് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ മാപ്പില്ല. അല്ലൗജഹി പ്രബലമായ വീക്ഷണം അനുസരിച്ച്. അപ്പൊ ആ പ്രബലമായ വീക്ഷണത്തിൽ എന്നാൽ എവിടെയും മാപ്പുണ്ട്. ഷെയ്ഖുന ഫത്വ കൊടുത്തു ഈ തരീഖ് വഴിയെ പറ്റി. ലാ തീന ബിഹ, അവിടെ ചളിയില്ല, മണ്ണിന്റെ ചളിയൊന്നുമില്ല. ബൽ ഫീഹ ഖദറുൽ ആദമി, അവിടെ മനുഷ്യന്റെ അഴുക്കുകളുണ്ട്. മനുഷ്യന്മാരുണ്ട്, മനുഷ്യന്റെ അഴുക്കുകൾ, മനുഷ്യന്റെ കാട്ടം തന്നെ ആയിക്കോട്ടെ. റൗസുൽ കിലാബി, നായന്റെ കാട്ടൊക്കെ ഉണ്ട്, ചളിയൊന്നല്ല, ചളിയില്ല. വൽ ബഹായിമി, മൃഗങ്ങളെ കാട്ടുണ്ട്, റോഡൊക്കെയാണ് തെറ്റോ. അസ്വാബഹൽ മതറു, അവിടെ മഴ എത്തി. എന്നാൽ അൽ അഫു മാപ്പുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ മശക്കത്തിൽ എത്തിറാദി, സൂക്ഷിക്കാൻ പ്രയാസമാണെങ്കിൽ. ശൈഖുന അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വഴിയിൽ ഫുള്ള് വ്യാപകമായാലും നജസിന്റെ അയിന് നിജമായാല് അവിടെ മാപ്പില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവിടെ സർക്കശിമാമക്ക് മാപ്പുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. ഷെയ്ഖുന അതിനെ തന്നെ ചില കിതാബിൽ രാജ്യമാക്കിയിട്ടുണ്ട്, ഇബ്നു ഹജർ തങ്ങള്. അപ്പൊ അത് നമ്മള് ഓർക്കുന്നത് നല്ലതാണ് ചില ഘട്ടത്തിലൊക്കെ. ഏതായിരിക്കട്ടെ, ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മസലയാണ് പറയാൻ പോകുന്നത്. മുഹിമ്മത്തുൽ, ഇൻഷാ അല്ലാഹ് അത് അടുത്ത ഗ്രിപ്പിൽ പറയാം.